എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് നട്ടി ലഡു ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നട്ട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ആൽമണ്ടും കാഷ്യൂനട്ടും എള്ളും കപ്പലണ്ടിയും ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നട്ട്സ് എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം എള്ളൊഴികെ ബാക്കി എല്ലാ നട്ട്സും തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ചെറിയ മിക്സിയിൽ കുറച്ച് വീതം ഇട്ട് തരിതരിപ്പായി പൊടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ തരിതരിപ്പായി പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എള്ളും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. ബട്ടർ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ 1 കപ്പ് കുരുകളഞ്ഞ ഡേറ്റ്സ് ഇതിലിട്ട് വഴറ്റാം. ഡേറ്റ്സ് ഇപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സ് ഇടാം. ഇതിന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിത് ചൂടാറാൻ പ്ലേറ്റിലേക്ക് മാറ്റാം. രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് കുഴച്ച് ഉരുട്ടി വെക്കാം. ഇനി കയ്യിൽ അല്പം ബട്ടർ തൂത്ത് ഓരോ കുഞ്ഞുരുളയാക്കി ഉരുട്ടി നമുക്ക് ലഡു ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ ലഡു ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലഡുവിന് ഒരു ചോക്ലേറ്റ് കോട്ടിംഗ് ഉണ്ടാക്കാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഡബിൾ ബോയിലിംഗിലൂടെ ചോക്ലേറ്റ് ഉരുക്കിയെടുക്കാം. ഇനി ഓരോ ലഡുവും വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ബട്ടർ പേപ്പറിൽ നിരത്തി വെക്കാം. ഇപ്പൊ നമ്മുടെ ലഡു എല്ലാം ചോക്ലേറ്റിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് നട്ടി ലഡു തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.